മിനിസ്റ്റർ ഇറങ്ങുകയാണ് ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക്. പ്രതീക്ഷയുടെ ഒരു പെട്ടിയുമായാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ നിയമസഭയിലേക്ക് പുറപ്പെടുന്നത്. നേരത്തെ പെട്ടി ഉയർത്തി കാണിച്ചിരുന്നു. പെട്ടിയിൽ എന്താണ് എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും സർക്കാരിന്റെ പക്കൽ അധികം ആശ്വാസ പെട്ടിയാകട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും അല്പ നിമിഷങ്ങൾക്കകം ധനമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നിയമസഭയിലേക്കുള്ള യാത്ര ആരംഭിക്കും. ചരിത്രപരമായ ഒരു യാത്രയാകട്ടെ ഇത് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഷെവീദ് റാവുത്തർ ചേരുന്നു. ഷെവീദ്, അദ്ദേഹത്തിന്റെ പെട്ടിയിൽ നല്ല കട്ടിയുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 10ാം നമ്പർ വണ്ടിയിൽ പോകുന്ന മന്ത്രിയുടെ ബജറ്റിൽ 10 അത്ര കനമുണ്ടായില്ല എന്ന് ധനമന്ത്രി തന്നെ ഇന്ന് രാവിലെ വ്യക്തമാക്കിയ കാര്യമാണ്. അശ്മി, കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മുൻനിർത്തി ധനമന്ത്രി തന്നെ പറഞ്ഞാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുടുംബസമേതം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിലേക്ക് ഔദ്യോഗിക വസതിയിൽ നിന്ന് പോവുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാനും സാധിക്കും. ഏതായാലും ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നീക്കിയിരിപ്പ് അല്ലെങ്കിൽ എന്ത് തരം കാര്യങ്ങൾ ഉണ്ടാകും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നൊരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഏത് രീതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരിയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ സമാശ്വാസത്തിലാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലും സമാശ്വാസമുണ്ട്, അല്ലെങ്കിൽ സമാശ്വാസം കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ധനമന്ത്രിയെ സംബന്ധിച്ചിട്ടുണ്ട്. നിയമസഭയിലേക്ക് ധനമന്ത്രി ഇറങ്ങിയിരിക്കുന്നു. 9 മണിക്ക് ബജറ്റ് നിയമസഭയിലേക്കുള്ള യാത്ര ധനമന്ത്രി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലെ പെട്ടി അത് വലിയ പ്രതീക്ഷയോടെ കേരളമാകെ ഉറ്റുനോക്കുന്നുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. 2 മാസം കൂടിയേ ബാക്കിയുള്ളൂ. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏതായാലും എന്താണ് വളരെ പോപ്പുലറായ തീരുമാനങ്ങൾ, വളരെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്നത് പോലെ സർക്കാർ എന്തായാലും വലിയ അധിക ബുദ്ധിമുട്ടുകളിലേക്ക് ഈ ഘട്ടത്തിൽ, ഒരു തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട് അത്തരം അധിക ബാധ്യതകളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകില്ല എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ക്ഷേമ പെൻഷൻ, അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, റബ്ബർ കർഷകരുടെ, നെൽകർഷകരുടെ പ്രശ്നങ്ങൾ, കുടിശ്ശിക തുക വിതരണം ചെയ്യലൊക്കെ അങ്ങനെ പല പല സ്വപ്നങ്ങൾ ജനങ്ങൾക്കുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും എന്നാണ് എല്ലാവരും പൊതുവെ വിലയിരുത്തുകയും ചെയ്യുന്നത്. 8:45 15 മിനിറ്റിനുള്ളിൽ ബജറ്റ് പ്രസംഗം നിയമസഭയിൽ ധനമന്ത്രി തുടങ്ങും. അദ്ദേഹം നിയമസഭയിലേക്കുള്ള യാത്രയാണ്. കുടുംബസമേതമാണ് അദ്ദേഹം സഭയിലേക്ക് പോകുന്നത്. വീട്ടിൽ നിന്ന് അപ്പവും സ്റ്റൂവും ഒക്കെ കഴിച്ച് നിറഞ്ഞ വയറോടെയാണ് അദ്ദേഹം. ഷെബീദ് കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി ഉണ്ടെന്നാണ്. ഒരു കാര്യമേ ഉള്ളൂ, നാട്ടുകാരുടെ ചിരി അദ്ദേഹം മായ്ക്കാതിരുന്നാൽ മതി. വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ. അതിനിടയ്ക്ക് ആഷ്മി, ഒരു ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ റഹീം പൂവാട്ടുപറമ്പ് അന്തരിച്ചു എന്ന വാർത്ത വരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അല്ലമീനിലും അതുപോലെ കേരള ടൈംസിലും പത്രപ്രവർത്തകനായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിൽ നമുക്കും വിഷമമുണ്ട്. ധനമന്ത്രി സഞ്ചരിക്കുന്ന വാഹന വ്യൂഹം ഇപ്പോൾ നിയമസഭ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ്. വളരെ കനമുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പോൾ വീണ്ടും ഷെബീദ് റാവുത്തർ ചേരുന്നു. ഷെബീദ്, പറയൂ. എസ് കെ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതായാലും ധനമന്ത്രിയുടെ മുഖത്തൊരു ചിരിയുണ്ട്. ആ ചിരി എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക്, അതേപോലെ തന്നെ പെൻഷൻ ലഭിക്കാനുള്ളവർക്ക്, സർക്കാർ ജീവനക്കാർക്കൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നിയമസഭയിലേക്ക് എത്തും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, എസ് കെ നേരത്തെ തന്നെ കേന്ദ്ര സഹായം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ പല ആവർത്തി പറഞ്ഞതാണ്. മാത്രമല്ല ട്രഷറിയിൽ പൂച്ച വെറ്റി കിടക്കുകയാണെന്ന് നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഈ കുറ്റപ്പെടുത്തലുകൾക്കൊക്കെ ഇടയിൽ സംസ്ഥാനത്തിനെ പിടിച്ചു നിർത്താനുള്ള ഏത് തരത്തിലേക്കുള്ള നീക്കം ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, വരുമാനം സംസ്ഥാനത്തെ സംബന്ധിച്ച് കൂട്ടിയേ പറ്റൂ, അല്ലാണ്ട് മറ്റൊരു നിവൃത്തിയും ഇക്കാര്യത്തിൽ ഇല്ല. കാരണം കേന്ദ്രവിഹിതമില്ല, വായ്പാ പരിധിയിൽ കടുംവെട്ടുണ്ട്. സ്വാഭാവികമായും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇനി അവശേഷിക്കുന്നത് സംസ്ഥാനത്തിനകത്തുള്ള, അത് GST ഇനത്തിൽ നമുക്കറിയാം. GST സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അധിക വിഭവ സമാഹരണത്തിന് എന്താണ് സർക്കാർ അല്ലെങ്കിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ടെത്താൻ പോകുന്ന മാർഗം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. GST വന്നതിന് ശേഷം നമുക്ക് സ്വന്തമായി അത്തരം കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നികുതി ഏതര വരുമാനത്തിൽ കണ്ണുവെക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ ക്ഷേമ പെൻഷൻ അടക്കം അങ്ങനെ ഒരു വരുമാനം കണ്ടെത്തി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി കൂടി നിയമസഭയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നിയമസഭയിലേക്ക് എത്തുകയാണ്. സമയം 8:46 മിനിറ്റുകൾക്കുള്ളിൽ
കേരളത്തിന്റെ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബജറ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. കേന്ദ്ര ബജറ്റ് കഴിഞ്ഞോടെ കുറ്റപ്പെടുത്തലാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. നിയമസഭയ്ക്ക് മുൻപിലേക്ക്, നിയമസഭാ കവാടത്തിന് മുൻപിലേക്ക് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ കയറിപ്പോകുന്നു. അല്പസമയത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കും. എന്തൊക്കെയുണ്ട് ബജറ്റിൽ, KN ബാലഗോപാലിന്റെ പെട്ടിയിൽ എന്തൊക്കെയുണ്ട്? ആ പെട്ടിക്കുള്ളിൽ ക്ഷേമ പെൻഷൻ, അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക, KSRTC, മാത്രവുമല്ല അതിനെല്ലാം ഉപരി വ്യാവസായിക മേഖലയടക്കം പ്രോത്സാഹിപ്പിക്കുന്നതിന്, IT മേഖലയടക്കം പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തുണ്ടാകും? കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യതയുണ്ട്. കാരണം നികുതിയേതര വരുമാനം കൊണ്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായും അതൊരു നേട്ടമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റിൽ ഇന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഫീസ് ചുമത്താൻ കഴിയുന്ന മേഖലകളിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ അതിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം അല്ലേ? വിജയകുമാർ, സ്വാഭാവികമായും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള പ്രമേയം ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ പാസ്സാക്കിയിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം കുടുംബസമേതമാണ് ബജറ്റ് അവതരണത്തിനായിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാറിൽ നിന്ന് ധനമന്ത്രി പുറത്തേക്ക് ഇറങ്ങി നിയമസഭയ്ക്കുള്ളിലേക്ക് കടന്നു പോകാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാണുന്ന ബാഗാണ് അദ്ദേഹത്തിൻ്റെ വലത് കയ്യിലുള്ളത്. ഒരുപക്ഷെ നാടിൻ്റെ ഒരു കൊല്ലത്തെ സൗഭാഗ്യം എന്താണ് എന്നറിയാൻ പോകുന്ന ഒരു പെട്ടി, ഒരു പ്രതീക്ഷാ പെട്ടിയാണ് ആ പെട്ടി. എന്തായാലും അതിനിടയിൽ പ്രേക്ഷകർ പറയും, നിങ്ങൾ അടിച്ചു കയറ്റി ഒരുപാട് പറയണ്ട, അവസാനം നിരാശയാകുന്ന പ്രേക്ഷകർ നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബാക്കി ഒന്നും നടന്നില്ലെങ്കിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള നടപടി, അടിയന്തരമായ നടപടി ഇനി മറ്റെന്ത് മാറ്റി വെച്ചിട്ടാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. കാര്യം നമ്മൾ ഈ ദിവസങ്ങൾ ആത്മഹത്യകൾ കാണുന്നുണ്ട്, വല്ലാത്ത സങ്കടങ്ങളും വേദനകളും കണ്ണുനീരുകളും നിരാശകളും നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പേർ കടയിൽ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് പണം നൽകാമെന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിലടക്കം പൈസ കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആ പൈസ എന്തായാലും ഈ ബജറ്റിൽ അത് അടിയന്തരമായി കൊടുത്തു തീർക്കാവുന്ന നടപടി ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ബാക്കി എല്ലാ മേഖലയും എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ് ബജറ്റ്. മാത്രമല്ല SK GST പ്രഖ്യാപിച്ചതിന് ശേഷം, GST വന്നതിന് ശേഷം ഈ ധനമന്ത്രിമാരുടെ പ്രൗഢി അത്രത്തോളം പ്രൗഢിയില്ല. കാര്യം അവർക്കുള്ളത് പരിമിത നികുതി അധികാരങ്ങൾ മാത്രമായി ചുരുങ്ങിയിരുന്നു. ആ പരിമിത നികുതി അധികാരങ്ങൾ എന്താണ് ധനമന്ത്രി KN ബാലഗോപാൽ ചെയ്യാൻ കഴിയുക? അധിക നികുതി പിൻവലിക്കണം, പോയ ബജറ്റിൽ ഏർപ്പെടുത്തിയ അധിക ഇന്ധന നികുതി പിൻവലിക്കണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇലക്ഷന് തൊട്ടുമുമ്പ് ചിലപ്പോൾ പിൻവലിച്ചേക്കുന്ന സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ആലോചിക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. കാര്യം അധിക വരുമാന സമാഹരണം ലക്ഷ്യമിടുന്ന ധനമന്ത്രിക്ക് ഇപ്പോൾ നിലവിലുള്ള വരുമാനം നിലയ്ക്കുക, അതിൽ പാറ്റിയിടുക എന്നുള്ള കാര്യം ആലോചിക്കാനേ കഴിയില്ല. അപ്പോൾ എന്താണ് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ, എങ്ങനെയൊക്കെയാണ് അതിനെ മന്ത്രി കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വിഹിതക്കുറവിനെ അതിജയിക്കാൻ കഴിയാത്ത തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്പസമയത്തിനും ഉണ്ടാകാൻ പോകുന്നു. 8:50 ആവുന്നു. നിയമസഭയിലേക്ക് 9 മണിക്ക് തന്നെ ആ പെട്ടിയിൽ പ്രതീക്ഷയുടെ പെട്ടി വായിച്ചു തുടങ്ങാൻ പോകുന്നു ധനമന്ത്രി KN ബാലഗോപാൽ. ഒരുപാടങ്ങ് നീട്ടിപ്പരത്തി പറയുന്ന പതിവ് KN ബാലഗോപാൽ ഇല്ല. സഭയിൽ ബജറ്റ് വായിക്കുമ്പോൾ വലിയ കവിതാശകലങ്ങളോ ചമൽക്കാരങ്ങളോ ഒന്നുമില്ല. കാര്യങ്ങൾ നേർക്കുനേർക്ക് പറയുന്ന രീതിയാണ് ധനമന്ത്രി KN ബാലഗോപാലിൻ്റേത്. അപ്പോൾ 8:50 കാര്യങ്ങൾ നേർക്കുനേർ പറയാൻ പോകുന്നു. എന്താണ് സംസ്ഥാന ധനപ്രതി SK അതിനിടയിൽ ഈ പറഞ്ഞ കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിക്ക് മുകളിലാണ് എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നു. അത് ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും എന്താണ് അധിക വരുമാനം കണ്ടെത്തൽ, കേന്ദ്രത്തിൽ നിന്നും നികുതി ഡെവല്യൂഷൻ്റെ ഒക്കെ വലിയ കുറവിനിടയിൽ അധിക വരുമാനം ഏത് രീതിയിൽ കണ്ടെത്താൻ കഴിയും എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അശ്മി, അതിനിടയിൽ ഒരു കാര്യം, KN ബാലഗോപാൽ ധനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഉണ്ടായ ആ ഘട്ടത്തിൽ ഒരു പ്രഖ്യാപനം പൊതുവെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. അന്ന് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുക, ഇത്തര വരുമാനത്തിൽ താഴെയുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെപ്പറ്റിയൊന്നും ആലോചനയില്ല, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ല. LDF മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്നായിരുന്നു. 1600 100 രൂപ കൂടണം LDF ആവശ്യപ്പെടുമ്പോൾ പോലും അതുപോലും കുട്ടി നൽകാൻ കഴിയാത്ത അവസ്ഥയാണോ എന്ന സംശയമുണ്ട്. അതായത് 100 രൂപ പ്രഖ്യാപനത്തിൽ കൂട്ടിയാലും പ്രതിപക്ഷം ഉടനെ ചോദിക്കാൻ പോകുന്നു 100 രൂപ കൂട്ടി ഉള്ളത് കൊടുക്ക് എന്ന് പ്രതിപക്ഷം പറയാൻ പോകുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ വാൾമുനകൾ നേരിടേണ്ടി വരും. തുടങ്ങി വെച്ച പദ്ധതികൾ പലതും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു. റോഡ്, പാലം, അത്തരം നിർമ്മാണ പ്രവർത്തനം, സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ ഇനി എങ്ങനെയാണ് കിഫ്ബിയെ സർക്കാർ സംരക്ഷിക്കുക? അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നു. മുൻ ധനമന്ത്രിയുടെ നിരന്തരമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അപ്പോൾ അത്തരമൊക്കെ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വഴിയാണ് നമ്മൾ ധനസമാഹരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു പ്രതിസന്ധി, എന്നൊരു പ്രശ്നം ഇപ്പോഴുമുണ്ട്. അതിനൊക്കെ കുഞ്ഞാണ് കിഫ്ബി. അപ്പോൾ ആ കുഞ്ഞിനെ ധനമന്ത്രി KN ബാലഗോപാൽ പ്രത്യേക സാഹചര്യത്തിൽ ഇക്കുറി ചെറുതായെങ്കിലും ഒന്ന് കൈവിടുവോ എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെ കടുത്ത
അന്വേഷണ പർവ്യൂവിലാണ് ഇപ്പോൾ കിഫ്ബി എന്നുള്ളത്. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ സമാഹരിക്കാനുള്ള നീക്കം ഉണ്ടാകുമോ? ഉറപ്പായും ഒരു കാര്യം, അധിക വരുമാന സമാഹരണത്തിന് ധനമന്ത്രിക്ക് മുന്നിലുള്ള ഏക പോംവഴി സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുവഴി മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുക, അതുവഴി നികുതി ഇനത്തിൽ കൂടുതൽ പണം തിരികെ വരിക എന്നുള്ള പരമ്പരാഗത സാമ്പത്തിക കൺസെപ്റ്റ് തന്നെ ഇക്കുറി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അപ്പോൾ സ്വകാര്യ നിക്ഷേപങ്ങളുടെ ആകർഷണത്തിൽ അല്ലെങ്കിൽ ആകർഷിക്കലിൽ എന്തൊക്കെയാണ് നടപടികൾ എന്ന് അറിയാനിരിക്കുന്നു. ഏറ്റവും പ്രധാനം 450 രൂപയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ വെളുത്തുള്ളി വിലക്കയറ്റത്തിൽ എന്താണ് ഇടപെടൽ നടത്താൻ കഴിയുക? നേരത്തെ പ്രധാനപ്പെട്ട സപ്ലൈകോ അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും സാധനങ്ങളില്ല, ശൂന്യമാണ്. സപ്ലൈകോയെ എങ്ങനെ സർക്കാർ സഹായിക്കും? KSRTC സഹായിക്കുന്നത് പോലെ അല്ലെ അതിനേക്കാൾ പ്രധാനമാണ് സപ്ലൈകോയ്ക്കുള്ള സർക്കാരിന്റെ പിന്തുണ.